ഗുരുവായൂർ നഗരസഭയുടെ 8ാം വാർഡിലെ ജനനന്മ റോഡ് അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. ജനനന്മ റോഡിലൂടെ കാൽനടയാത്ര പോലും ദുസ്സഹമായതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം CCTV നൽകിയ വാർത്ത കൗൺസിലർ ജോയ് ചെറിയാനാണ് കൗൺസിലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉറപ്പാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദനും പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AT ഹംസയും ഉറപ്പു നൽകി. നഗരസഭാ പരിധിയിൽ ജനനന്മ റോഡിനെ പോലെ സഞ്ചാരയോഗ്യമല്ലാത്ത നിരവധി റോഡുകളുണ്ടെന്നും അവയും അടിയന്തരമായി നവീകരിക്കണമെന്നും കൗൺസിലർ AS മനോജും ആവശ്യപ്പെട്ടു. ഇതിനു മറുപടിയായി നഗരസഭാ പരിധിയിലെ ഇത്തരം റോഡുകളിൽ അടിയന്തരമായി ക്വാറിപ്പൊടി വിരിച്ച് സഞ്ചാരയോഗ്യമാക്കുമെന്ന് ചെയർപേഴ്സൺ ഉറപ്പു നൽകുകയായിരുന്നു. നഗരസഭ ബയോപാർക്കിലെ ഗാന്ധി പ്രതിമ പുനർനിർമ്മിക്കാനും കൗൺസിൽ തീരുമാനിച്ചു. ചൂൽപ്പുറത്തെ ബയോപാർക്കിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് ഹരിതകർമ്മസേനയുടെ നവീകരിച്ച അഗ്രോ നഴ്സറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബയോപാർക്കിന് മുമ്പിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയാണ് പുനർനിർമ്മിക്കുന്നത്. പ്രതിമയ്ക്ക് ഗാന്ധിയുമായി സാദൃശ്യമില്ലെന്ന് ഉദ്ഘാടന ദിവസം തന്നെ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് പ്രതിമ വീണ്ടും പുനർനിർമ്മിച്ചു. എന്നിട്ടും രൂപസാദൃശ്യം വരാത്തതിനാലാണ് പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചത്. ഇതു സംബന്ധിച്ച അജണ്ടയിൽ BJP അംഗം ശോഭാ ഹരിനാരായണനും CPM കൗൺസിലർ KS അനൂപുമായി തർക്കമായി. ഗാന്ധിഘാതകനുമായി ബന്ധപ്പെട്ട അനൂപിന്റെ പരാമർശമാണ് തർക്കത്തിന് കാരണമായത്. ഒടുവിൽ മനോഹരമായ ഗാന്ധി പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിക്കാമെന്ന ചെയർപേഴ്സൺ സുനിത അരവിന്ദന്റെ വിശദീകരണത്തോടെയാണ് അരമണിക്കൂറോളം നീണ്ട തർക്കം അവസാനിച്ചത്. ഗാന്ധി പ്രതിമ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായവരുടെ സഹായം തേടാൻ കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിക്കുകയായിരുന്നു. വരുന്ന ഒക്ടോബർ 2-ന് പുതിയ ഗാന്ധി പ്രതിമ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്.